ഇനി തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട് നിയമസഭയിൽ നാളെ വിശ്വാസ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ TVKക്ക് തിരിച്ചടി. തിരുപ്പത്തൂർ MLA ശ്രീനിവാസ സേതുപതി സഭാ നടപടികളിൽ പങ്കെടുക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു. DMK സ്ഥാനാർത്ഥിയും മന്ത്രിയുമായിരുന്ന പെരിയ ഗറുപ്പൻ നൽകിയ ഹർജിയിലാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. വിശദാംശങ്ങളുമായി ഷബ്നയാണ് ചേരുന്നത്. ഷബ്ന, എന്താണ് ഈ ഹർജിക്ക് പിന്നിൽ? എന്താണ് ഇദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെടുന്ന കാര്യം? നിലവിൽ ഹൈക്കോടതി തടഞ്ഞിരിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് വിജയ്ക്ക് തിരിച്ചടിയായി ഭാവിക്കുക? ശ്യാമിനി, പോസ്റ്റൽ വോട്ടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലൊരു ഹർജിയിലേക്ക് എത്തിയത്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. ഈ മുൻ മന്ത്രി പെരിയക്കുറുപ്പാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചു വന്നത്. കാരണം പോസ്റ്റൽ വോട്ടിൽ ഒരു വോട്ടുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. പോസ്റ്റൽ വോട്ടിൽ ഒരു വോട്ട് മണ്ഡലം മാറി അയച്ചു എന്നതാണ് പരാതി. ഒരു വോട്ടിന് മാത്രം വിജയിച്ച സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ TVKയുടെ സ്ഥാനാർത്ഥി ഒരു വോട്ടിന് മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റൽ വോട്ടിൽ ഒരു വോട്ടിൽ കൃത്രിമം നടന്നു എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നില്ല എന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയും മദ്രാസ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും വിശ്വാസ വോട്ടെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കരുത് എന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പക്ഷേ അത് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ബാധിക്കില്ല. പക്ഷേ എന്നാൽ ഇപ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട അംഗത്തിന് വിശ്വാസ വോട്ടെടുപ്പിലോ സഭാ നടപടികളിലോ പങ്കെടുക്കുന്നത് ഈ ഹർജി തീർപ്പാക്കുന്നത് വരെ തടഞ്ഞുകൊണ്ടാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. ഹർജി തീർപ്പാക്കുന്നതനുസരിച്ച് മറ്റ് തുടർ നടപടികളിലേക്ക് പോകാം എന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി ഷബ്ന.